നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ പൂരത്തിനിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഇപ്പോഴും അതിൻ്റെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. കാരണം അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ലാത്തതിനാൽ തന്നെയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് വെറും ഒരു ദിവസം മാത്രം ശേഷിക്കുമ്പോൾ തൃശൂരിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള ആശങ്കയിലാണ് ആളുകളെല്ലാവരും. കാരണം തൃശൂരിലെ പോലീസ് കമ്മീഷണർ ഇപ്പോഴും അങ്കിത് അശോക് തന്നെയാണ്. അന്ന് ഏറ്റവും കൂടുതൽ പൂരം കുളമാവാനുള്ള ഉത്തരവാദിയും പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലാണ് ജനരോഷം ഉയർന്നത്. അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ മാത്രമല്ല, സ്വന്തം സേനയിലുള്ള പോലീസുകാർ വരെ ഇത്തരത്തിൽ പൂരം അലങ്കോലപ്പെടുത്തിയതിനെതിരെയും രംഗത്ത് വന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അങ്കിത് അശോകൻ തന്നെ കമ്മീഷണറായി തുടരുമെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചന. നിർബന്ധിത അവധിക്ക് സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും അത് ഉത്തരവായി ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്കിത് അശോകൻ തന്നെ നിലവിൽ കമ്മീഷണറായി തുടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. അങ്കിത് അവധി അപേക്ഷ നൽകിയോ എന്നും വ്യക്തമല്ല. തൃശൂർ പൂരത്തിലുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അത് നടപ്പിലായില്ല എന്നതാണ് വസ്തുത. പൂരപ്രേമികൾ ഇതിൽ നിരാശരാണ്. ചൊവ്വാഴ്ചയും കമ്മീഷണർ ഓഫീസിലെത്തി. ഉച്ചയ്ക്ക് മുൻപായി ഓഫീസിലെത്തുകയും ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തുവെന്നാണ് അറിയുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ചില ഫയലുകൾ തീർപ്പാക്കിയ ശേഷം മടങ്ങുകയും ചെയ്തു. 21-നാണ് കമ്മീഷണറെയും ACPയെയും മാറ്റാൻ സർക്കാർ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ മാത്രമേ സ്ഥലമാറ്റം നടക്കൂ എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഈ തീരുമാനം വൈകുന്നതാണ് സ്ഥലമാറ്റം നടപ്പാകാത്തതിന് കാരണമെന്നാണ് സർക്കാർ വിശദീകരണം. വോട്ടെടുപ്പിന് 2 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കമ്മീഷണറെ മാറ്റുന്നതിനെ കമ്മീഷൻ അനുകൂലിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന തസ്തികകളിലെ മാറ്റം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുക പതിവില്ലത്രേ. അതുകൊണ്ട് തന്നെ അങ്കിത്തിനെ മാറ്റാനുള്ള സർക്കാർ നീക്കം വോട്ടെടുപ്പിന് മുൻപ് നടക്കില്ല. ബുധനാഴ്ച തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട് നടക്കുകയാണ്. 26-ന് തെരഞ്ഞെടുപ്പും. ഈ സാഹചര്യത്തിൽ സ്ഥലം മാറ്റം തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന് തീരുമാനിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഉത്തരവിറക്കാൻ കമ്മീഷന് മേൽ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദവുമുണ്ട്. പകരം നിയമിക്കേണ്ട 3 പേരുടെ പേരും നൽകി. അമിത നിയന്ത്രണങ്ങളിലൂടെ തൃശൂർ പൂരത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് കൊച്ചി കമ്മീഷണറുടെ സ്ഥലം മാറ്റത്തിന് സർക്കാർ തീരുമാനിച്ചത്. നിർദ്ദേശം കമ്മീഷൻ നൽകുകയും ചെയ്തു. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി വിഭാഗം രാത്രി പഞ്ചവാദ്യ നിർത്തുകയും എഴുന്നള്ളിപ്പ് ഒരാനപ്പുറത്താക്കുകയും ചെയ്തിരുന്നു. തൃശൂരിൽ പ്രചാരണത്തിലെ മുഖ്യ ചർച്ചാ വിഷയമാണ് ഇത്. ഇടത് സ്ഥാനാർത്ഥിക്ക് വമ്പൻ തിരിച്ചടിയായി ഇത് മാറിയെന്നും വിലയിരുത്തലെത്തി. ഇത് മറികടക്കാൻ കൂടിയാണ് അങ്കിത്തിനെ മാറ്റാനുള്ള തീരുമാനം സർക്കാർ എടുത്തത്. കമ്മീഷൻ നിലപാട് വൈകുന്നത് അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് ഇത് വലിയ തിരിച്ചടിയായിരിക്കും തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സമ്മാനിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.